ന്യൂസിന്റെ മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിയായി എം സ്വരാജിന്റെ പേരാണ് വന്നിരിക്കുന്നത്. വിശദമായ റിപ്പോർട്ടുമായി നമ്മുടെ റിപ്പോർട്ടർ അഞ്ജന ചേരുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് LDF സ്ഥാനാർത്ഥി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. സിറ്റിംഗ് സീറ്റായ നിലമ്പൂരിൽ LDF-നും CPM-നും അഭിമാന പോരാട്ടമാണ്. ഈ സാഹചര്യത്തിലാണ് പാർട്ടിയുടെ പ്രമുഖ നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തൃപ്പൂണിത്തുറ മുൻ MLA ആയ സ്വരാജ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിരുന്നു. ഇടതു സ്വതന്ത്രനായിരുന്ന PV അൻവർ MLA സ്ഥാനം രാജിവെച്ച് മുന്നണി വിട്ടതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത്. അൻവറിന്റെ രാജിക്ക് പിന്നാലെ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല CPM സ്വരാജിന് നൽകിയിരുന്നു. നിലമ്പൂർ സ്വദേശിയായ സ്വരാജ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്ത് ഉയർന്നു വന്നത്. ആര്യാടൻ ഷൌക്കത്താണ് UDF സ്ഥാനാർത്ഥി. ഉപതെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണ് ഇനി അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. BJP മത്സരിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ BDJS മത്സരിച്ചേക്കും. UDF-ന്റെ ഭാഗമാക്കിയില്ലെങ്കിൽ PV അൻവർ മത്സരിക്കുമെന്ന ഭീഷണിയും മുഴക്കിയിട്ടുണ്ട്. കേരളത്തിൽ കാലവർഷം താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ്. പല വീടുകളും വെള്ളത്തിനടിയിലാണ്. അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാണ്. നിരവധി മരങ്ങളാണ് കടപുഴകി വീണുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റിപ്പോർട്ടർ അഞ്ജന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഒരു റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുന്നു. കുഴിച്ചൊരിയുന്ന മഴയിൽ കെടുതിയും രൂക്ഷമാണ്. കണ്ണൂർ താവക്കരയിൽ 30ഓളം വീടുകളിൽ വെള്ളം കയറി. ട്രെയിൻ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് റോഡ് ഒലിച്ചുപോയി. മജ്വയിൽ മുഗളി റോഡാണ് ഇടിഞ്ഞു വീണത്. റോഡിലുണ്ടായിരുന്ന കാറും ബൈക്കും ഒലിച്ചുപോയി. നേത്രാവതിയിൽ മരം പൊട്ടി വീണതും മഞ്ചേശ്വരത്ത് പാളത്തിൽ വെള്ളം കയറിയതും കാരണം മംഗളൂരു ഭാഗത്തു നിന്നുള്ള ട്രെയിനുകൾ 3 മണിക്കൂറോളം വൈകിയാണ് ഓടുന്നത്. വിഴിഞ്ഞത്ത് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞ് 2 മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ടുണ്ട്. 5 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. 3 പേർ നീന്തി രക്ഷപ്പെട്ടു. വിവിധ ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിലെ കൂടുതൽ വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. മറക്കാതെ VMTV ന്യൂസ് കാണുക.